ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ബാർലരിയും കൊണ്ട് ചോറ് വയ്ക്കുവാണേ. അതിനായിട്ട് കുറച്ച് ബാർലരി എടുത്ത് നന്നായിട്ട് കഴുകി വാരി കുറച്ച് ഉപ്പും അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുന്നത്. ഞാൻ ആദ്യമേ നമ്മുടെ സോസ്പാൻ്റെ അകത്ത് വേവിച്ചു. പക്ഷേ ഇതിൽ കുറച്ച് ഏറെ വേവുള്ളത് കൊണ്ട് ഞാൻ മാറ്റി അത് പിന്നെ കുക്കറിനകത്തേക്കാക്കി. എന്നിട്ട് അത് പറ്റിച്ച് നല്ല ചോറ് പരുവത്തിൽ ഞാൻ എടുത്തതാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടാനായിട്ട് സാമ്പാർ, മീൻ, ചുണ്ടും പരിപ്പും കൂടെ തോരൻ വെച്ചതും കൂടാണ് കഴിക്കുന്നത്. ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുമെന്നല്ലാതെ ഇങ്ങനെ കഴിക്കൽ പതിവില്ലായിരുന്നു. അന്നൊക്കെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഈ ചോറ് പോലെ ഇരിക്കുന്ന സാധനം എടുത്ത് ദൂരോട്ട് കളയുമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്ത് കേട്ടിട്ട് ഞാനും അങ്ങനെ മേടിച്ച് ഉണ്ടാക്കി നോക്കിയതാണ്. തിന്നപ്പോഴത്തേനും എന്നാ പറയുന്നത്, കഴിച്ച് നോക്കുമ്പോഴത്തേനും നമുക്കറിയാം ചോറിൻ്റെ അത്രയും സുഖമൊന്നുമില്ല. പിന്നെ നമ്മളിത് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേങ്കിൽ എന്നാ പറയുന്നത്, ചോറ് പോലെ തന്നെ. പിന്നെ ചോറിൻ്റെ നമുക്ക് മലയാളികൾക്ക് ചോറ് ഉപേക്ഷിക്കാൻ വയ്യാത്തൊരു ഘടകമായതുകൊണ്ട് നമുക്ക് ആ ചോറിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് മാത്രം. പിന്നെ ഒരു കാര്യം 100% പറയാം, ഈ കുന്തം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് വരത്തില്ല. നമ്മളെ വിശക്കത്തേയില്ല. ഈ എപ്പോഴും വിശക്കുന്നവരാണെങ്കിൽ ഈ ബാർലരി മേടിച്ചിട്ട് ഇതുപോലെ ചോറ് വെച്ച് കഴിച്ചു നോക്കണം. നമുക്ക് വിശപ്പ് തോന്നത്തേയില്ല. ഞാനിത് കഴിച്ചിട്ട് എനിക്ക് എന്നാ പറയുന്ന ഒരു 7 മണി 8 മണി വരെയും ഒരു വിശപ്പ് പോലും വന്നില്ല. പിന്നെ നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും വിശക്കുകയോ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പിയുടെ കൂടെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കണമെന്നൊക്കെ തോന്നത്തില്ല. ഇതങ്ങനൊന്നും തോന്നിയില്ല. പിന്നെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ഫുഡാണ്. യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളവർക്കും കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും എല്ലാം ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ചോറ് എന്നും ഈ റവ തന്നെ കഴിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ ഇത് മാറ്റി പിടിച്ചത്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയും ബാർലരിയും കൊണ്ട് വേറെ വിഭവങ്ങളൊക്കെ വരാം. പിന്നെ ഒരു കൂട്ടത്തിലൊരു പഴം കൂടെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.